ഹായ് ഡിയേഴ്സ്. സോ ഓൺ എക്സാമിങ് എത്തിയില്ലേ? കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങളിൽ പലരും ഇപ്പോഴായിരിക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് മറച്ചു നോക്കുന്നത് തന്നെ അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും അതിൽ. നിങ്ങൾക്കിപ്പോൾ സ്റ്റാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ എക്സാമിന് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 5 ചാപ്റ്റേഴ്സും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വായിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാലടാ, എല്ലാം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എടുത്തു നോക്കിയേ, അതിൽ കാണാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഓരോ ചാപ്റ്ററും എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ എക്സാം കളറാക്കാം, അടിപൊളിയാക്കാം, ഫുൾ മാർക്കും വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ആദ്യത്തെ ചോദ്യം നോക്കിയേ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതൊക്കെയാണെന്ന്. ആദ്യത്തെ 3 കോറിലേഷൻസ് ആണ് നമുക്ക് പറയുന്നത്. ഒന്നാമത്തത് പോസിറ്റീവ് കോറിലേഷൻ, രണ്ടാമത്തത് നെഗറ്റീവ് കോറിലേഷൻ, മൂന്നാമത്തത് സീറോ കോറിലേഷൻ. ഓക്കെ, സീറോ കോറിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്, എന്താണ് സീറോ കോറിലേഷൻ എന്നും പറയണം അല്ലേ? അപ്പൊ അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അതായത് ഒന്നുമില്ല, നമ്മളുടെ ഹൈറ്റും വെയിറ്റും എടുത്ത് നോക്ക്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വെയിറ്റും കൂടും. ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് വെയിറ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റും കൂടും. അപ്പൊ ഇതെന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ പോസിറ്റീവ് കോറിലേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റും കൂടും. അപ്പൊ ഹൈറ്റും വെയിറ്റും എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സും വൈയും ആണ് വേരിയബിൾ എങ്കിൽ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടുന്നു എങ്കിൽ ഇതിനെന്ത് പറയാം? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. അതായത് ഇതിന്റെ ഗ്രാഫും കൂടി അവിടെ വരച്ചു വെക്കണം. അതായത് സ്കാറ്റേർഡ് ഡയഗ്രാം, നമ്മുടെ പോസിറ്റീവ് കോറിലേഷൻ എങ്ങനെയാ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെയാണ് പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടാവുക. എക്സ് വൈ നോക്ക്, ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മളുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയിന്റ്സ്. അപ്പൊ ഇതുപോലെയാണ് എന്തുണ്ടാവുക? പോസിറ്റീവ് കോറിലേഷന്റെ സ്കാറ്റേർഡ് ഡയഗ്രാം ഇതുപോലെയാണ് വരിക. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. അതായത് നമ്മളൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് നിങ്ങളൊക്കെ ഇപ്പം ചെയ്ത് എന്തായിരിക്കും? കുറെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി, ഇതുവരെയുള്ള ടൈം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കുറെ ചെലവഴിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അവസാനം എന്തായി? നമുക്ക് പഠിക്കാനുള്ള ടൈം കുറഞ്ഞു അല്ലെ? നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് എന്താണ്? പഠിക്കാനുള്ള ടൈം എന്ത് ചെയ്യും? കുറയും. അപ്പൊ എന്താണ്? സോഷ്യൽ മീഡിയയിൽ അതിനുള്ള എക്സാമ്പിൾ ആണ്. ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമുക്ക് പഠിക്കാനുള്ള ടൈം എന്തായൂടാ? കുറയും അല്ലെ? സോഷ്യൽ മീഡിയയിൽ നമുക്ക് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താവും? പഠിക്കാനുള്ള ടൈം കുറയും. അതായത് ഇപ്പൊ എക്സും വൈയും 2 വേരിയബിൾസ് ആണെങ്കിൽ എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കുറയാണ് എങ്കിൽ അതിന് എന്ത് പറയാൻ പറ്റും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നേരത്തെ എന്തായിരുന്നു? എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കൂടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ദെൻ ഇവിടെ നോക്ക്, എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കുറഞ്ഞു. അപ്പൊ എന്താണ്? ഇതിന് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ എക്സും വൈയും ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇതിങ്ങനെ താഴോട്ട് പോവുകയാണ് ചെയ്യുക. നേരത്തെ എന്തായിരുന്നു? മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? താഴോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് കോറിലേഷനും പറഞ്ഞു അല്ലെ? ഇനി അടുത്ത ആരാണ്? നമ്മളുടെ സീറോ കോറിലേഷൻ ആണ്. സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്, ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹൈറ്റും ഇന്റലിജൻസും. ഓക്കെ, ഹൈറ്റും ഇന്റലിജൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഹൈറ്റും ഇന്റലിജൻസും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഭയങ്കര ഇന്റലിജന്റ് ആവോ? ഇല്ലല്ലോ. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വേരിയബിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും? അതിന് സീറോ കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്താണ്? ഹൈറ്റും ഇന്റലിജൻസും ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഹൈറ്റും ഇന്റലിജൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇന്റലിജൻസ് കൂടോ? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇന്റലിജൻസ് കുറയോ? ഒന്നുമില്ലല്ലോ. ഇവർ രണ്ടാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വേരിയബിൾസിനെ എടുത്തു പറയുകയാണെങ്കിൽ അതിനെന്താടാ പറയാ? സീറോ കോറിലേഷൻ എന്ന് പറയാണ് ചെയ്യുക. അപ്പൊ എക്സും വൈയും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ അതിനെന്ത് പറയും? സീറോ കോറിലേഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ സ്കാറ്റേർഡ് ഡയഗ്രാം വരികയെന്ന് വെച്ചാൽ ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ മുകളിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു പോകുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവായിരുന്നു ചെയ്തത്. ഇവിടെ സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെയാ ഉണ്ടാവുക. മുകളിലേക്ക് താഴോട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നില്ല. ഇത് വ്യാപിച്ച് കിടക്കുക ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്, എന്താണ് സീറോ എന്ന് മനസ്സിലായില്ലേ? അത് അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളത് കോറിലേഷൻ കോയിഫിഷ്യന്റ് കാണാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ കോറിലേഷൻ കോയിഫിഷ്യന്റ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് 2022 ഫൈനലിൽ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ നോക്ക്, ഇഫ് കൊവേരിയൻസ് ഓഫ് XY is equal to sigma x sigma y then correlation coefficient is. അപ്പൊ നോക്ക്, നമുക്ക് കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇടാം. Correlation is equal to covariance of XY divided by sigma x sigma y ആണ്. കോറിലേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോവേരിയൻസ് ഓഫ് XY ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ ആണ്. പക്ഷെ ഇവിടെ നോക്ക്, കോവേരിയൻസ് ഓഫ് XY is equal to സിഗ്മ എക്സ് സിഗ്മ വൈ എന്നാ പറഞ്ഞത്. കോവേരിയൻസ് ഓഫ് XY എന്തിന് ഈക്വൽ ആണ്? സിഗ്മ എക്സ് സിഗ്മ വൈക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് കോവേരിയൻസ് ഓഫ് എക്സിന് പകരം എന്ത് എഴുതാം? സിഗ്മ എക്സ് സിഗ്മ വൈ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 3/3 എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ ഇത് ബൈ ഇത് സെയിം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 ആയിരിക്കും. സോ 1 ആണ് നമ്മളുടെ ആൻസർ. ഇത്തരത്തിലുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് കോറിലേഷൻ അനാലിസിസ് എന്ന് പഠിക്കാനുള്ളത്. പക്ഷെ മിസ് ഇതെല്ലാം കൂടി ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ കോറിലേഷൻ അനാലിസിസ് ഉണ്ട്, അതുകൂടാതെ 4 ചാപ്റ്റേഴ്സും കൂടി നമ്മളുടെ ഓൺ എക്സാമിന് ഉണ്ട് അല്ലേ. അപ്പോൾ ഓൺ എക്സാമിനുള്ള 5 ചാപ്റ്റേഴ്സും കളറാക്കാൻ വേണ്ടിയിട്ട് മിസ്സും ആകാശ് സാറും കൂടി ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് കൃത്യം 7 മണിക്ക് തന്നെ ലൈവിൽ വരാം കേട്ടോ. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.